ഹായ്. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു കൂമ്പ് തോരനുണ്ട്, വാഴക്കൂമ്പ് തോരൻ. വാഴക്കൂമ്പ് തോരൻ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, വാഴക്കൂമ്പ് തോരൻ വെക്കാനായിട്ട്. പക്ഷെ ഞാൻ ഇന്നൊരു വെറൈറ്റി വാഴക്കൂമ്പാണ് ഉണ്ടാക്കുന്നത്. എന്ന് വെച്ചാൽ മീനിട്ടുള്ള വാഴക്കൂമ്പ് തോരനാണ്. ഇതേ വാഴക്കൂമ്പ് അല്ല, ഇത് വാഴക്കൂമ്പ്. വാഴക്കൂമ്പിന് ഞാൻ മീനിട്ടാണ് വെക്കുന്നത്. അപ്പൊ മീന് ഞാനിപ്പോ ഇടാൻ പോകുന്നത് അയല മീനാണ് ഇടാൻ പോകുന്നത്. ഓക്കെ, അയല മീൻ. അപ്പൊ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ കാണിക്കാം. ഇപ്പൊ വാഴക്കൂമ്പ് പൊടിച്ച് ഉള്ളിയും ഒരു സവാളയും ഇട്ട് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. അത് കഴിഞ്ഞ് മീൻ ഞാൻ അയല മീൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. അത് കഴിഞ്ഞ് തേങ്ങ തോരത്തിന് തേങ്ങ എന്നുകൂടെ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ജീരകം, 2 പച്ചമുളക്, 2 വെളുത്തുള്ളി, പിന്നെ കടുക് തളിക്കാനായിട്ട് കടുക്, പച്ചമുളക്, എണ്ണ, കറിവേപ്പില മസ്റ്റായിട്ട് നമുക്ക് വേണം. നമ്മളെ വീട്ടിലെ കറിവേപ്പില, വിഷം ചേർക്കാത്ത കറിവേപ്പില. ഓക്കെ, ഇത് അരച്ച് ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പുറത്തിന്റെ അരപ്പ് എല്ലാം കൂടെ ഇട്ട് അരച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് തുടങ്ങാം. പായോ. അപ്പൊ നമുക്കിപ്പോ ഇനി ഉണ്ടാക്കാം. സ്റ്റവ് കത്തിച്ച് ഞാൻ എണ്ണ ഒഴിക്കണം. ഒരു 2 സ്പൂൺ എണ്ണ, അത്രമാത്രം. എണ്ണ ചൂടായി നമുക്ക് കടുകിടാം. കുറച്ച് കടുക്. ഇത് ഇളക്കിയിട്ട് ഒരു 2, 3, 4 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക്, ഒരു 4 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മീനിടാവും. ഇത് കുറച്ച് വേവേ ഉള്ളൂ കേട്ടോ. ഏകദേശം നമുക്കിത് ഏതാണ്ട് വേവായി. അപ്പോഴത്തേക്ക് ഞാൻ മീനിടുകയാണ് കേട്ടോ. മീനൊന്ന് ഉടച്ച് വേണം. മീനിട്ടിട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഈ അരപ്പുണ്ടല്ലോ, തോരത്തിൻ്റെ അരപ്പ്, അതുകൂടെ ഇട്ട് നമുക്കിതിങ്ങനെ എടുത്ത് അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പിടും. ഒന്നിളക്കി യോജിപ്പിച്ചിട്ട് മീനൊന്ന് ഉടക്കും. മീനൊന്ന് യോജിപ്പിച്ച് ഞാൻ ഇതിനോട് ഒരു ടിപ്പ് പറഞ്ഞുതരാം. കറിവേപ്പില നമ്മൾക്ക് കൊളസ്ട്രോളിനും എല്ലാത്തിനും നല്ലതാണ്. അതിനു വേണ്ടി ഞാൻ കറിവേപ്പില ഈ തേങ്ങ അരച്ചതിന്റെ കൂടെ കറിവേപ്പിലയും കൂടെ ഞാൻ അരച്ച് ചേർത്തിട്ടുണ്ട്. അതാണ് ഏറ്റവും ഗുണം. കാരണം കറിവേപ്പില നമ്മൾ എടുത്ത് കളയല്ലേ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇതിന്റെ കൂടെ അരച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇത് ഉള്ളിൽ ചെല്ലുകയും ചെയ്യും. കൊളസ്ട്രോളിന് ഏറ്റവും നല്ലതാണ് കറിവേപ്പില കഴിക്കുന്നത് കേട്ടോ. അപ്പൊ ഞാനിതിനെ കുറച്ച് നേരം ഒന്ന് അടച്ച് വേവിക്കാം. നമ്മളിത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നോക്കാം. റെഡി ആയിട്ടുണ്ട്. നമുക്കിനി സർവിംഗ് ബൗളിലേക്ക് മാറ്റാം. ഏകദേശം നന്നായിട്ട് റെഡിയായി. ഉപ്പും എല്ലാം ഉപ്പ് നോക്കട്ടെ. നല്ല ടേസ്റ്റും ഉണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്തിട്ട്
വെച്ചിട്ട് നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. സമർത്ഥമായ നമുക്ക് എല്ലാവർക്കും കഴിക്കാം. നല്ലൊരു മീനിട്ട കൂമ്പുതോരൻ റെഡി. എല്ലാവർക്കും കഴിക്കാം. ഇനി അടുത്ത വീഡിയോയിലൂടെ നമുക്ക് നാളെ കാണാം.